ഹായ് മക്കളെ, ഞാനിങ്ങനെ ഫോണിൽ നമ്മുടെ ആപ്പ് എടുത്ത് നോക്കുകയായിരുന്നു. ഇപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ച് ഇങ്ങോട്ട് വന്നതാണ്, വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ അതിൽ ഇതിന് മുമ്പത്തൊക്കെ പോയ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഞാൻ അവിടെ വായിക്കുന്നത്. അതിൽ പറയുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് സാർ ട്രിഗണോമെട്രി ക്ലാസ് ഒന്ന് എടുക്കുമോ, എത്രയും പെട്ടെന്ന് ട്രിഗണോമെട്രി ക്ലാസ്സുകൾ ഞങ്ങൾക്ക് വേണം, സ്കൂളിൽ എടുക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു സാറേ, +1 10ാം ക്ലാസ് പോലെ അല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, +1 കുറച്ച് ടഫായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ പല കുട്ടികളും പറയുന്നുണ്ട്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും 10ാം ക്ലാസ്സിൻ്റെ രീതിയിൽ നിങ്ങൾ +1 പഠിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങളോട് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. +1 എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതിൽ ആദ്യത്തെ 3 മാസം ഭയങ്കര ക്രിട്ടിക്കൽ തന്നെയാണ്. അതായത് നിങ്ങൾ ആ സിലബസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതിനുശേഷം നമ്മളത് ശീലമാക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് വല്ലാതെ കുറയും. എന്നാൽ അത് ശീലമാക്കാതെ ആ ഒരു സിലബസിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു പണി തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് +1 ട്രിഗണോമെട്രി ടഫാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ചെറിയൊരു പരിഹാരം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു എക്സ്റ്റേണൽ ട്യൂഷന് പോകുന്ന ആളുകളായിരിക്കും, നിങ്ങൾ അല്ലെങ്കിൽ സ്കൂളൊക്കെ കുറച്ചൊക്കെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് +1 ട്രിഗണോമെട്രിക് ഷാഹിദ് റംസാൻ സാറിനോ അല്ലെങ്കിൽ സൈലം എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരു വീഡിയോ വരും. അതിൻ്റെ ഏത് വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ ആ കമൻസുകളൊന്ന് വായിച്ചാൽ മതി. അത്രയും അടിപൊളിയായിട്ടാണ് നമ്മൾ ക്ലാസ് തരുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് എല്ലാ ലെവലിലും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കായിരിക്കും നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആപ്പിൽ നിങ്ങൾക്കറിയാം, പബ്ലിക് ലൈവും ആപ്പ് ലൈവും നമ്മളെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആപ്പ് ലൈവിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ട്രിഗണോമെട്രിയിലെ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്നാൽ പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 1-1.5 മണിക്കൂർ കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഓവറോൾ റിവിഷനാണ്. ആ ഒരു ഓവറോൾ റിവിഷൻ തന്നെ അത്രയും കുട്ടികൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ആപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും അതിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അതേ മക്കളെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒന്നും അറിയില്ല, ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ +1 എത്തി, ട്രിഗണോമെട്രിയും അതേപോലെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും മറ്റൊന്നും അറിയില്ല സാറേ, കുറേ ശ്രമിച്ചു നോക്കി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളിപ്പോൾ ഒരു നെഗറ്റീവ് തോട്ടിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതുള്ളൂ. പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ ഉറപ്പ് തരികയാണ്, അത് ഞാൻ വെറും വാക്കല്ല പറയുന്നത്, ഇത്രയും ചുരുങ്ങിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മികച്ച ക്ലാസ് മറ്റെവിടെയും കിട്ടില്ല. അപ്പോൾ അത്രയും ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. +1 ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 18ഓളം വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്കാണ്. സോ ഇതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ കണ്ട് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികൾക്ക് തന്നെയാണ് അവർ അവസാനം +1 പബ്ലിക് എക്സാം എഴുതി കഴിയുമ്പോഴേക്കും അത് എളുപ്പമാക്കി മാറ്റിയത്. +1 നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളുടെ സ്കൂളൊക്കെ പഠിച്ചതിന് ശേഷം സൈലത്തിൻ്റെ ആപ്പ് കണ്ടിട്ട് അവർ പറയാറുണ്ട്, സാർ സ്കൂളിൽ എടുത്തപ്പോൾ മനസ്സിലായില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം ക്ലിയറായി. അത് ടീച്ചേഴ്സിൻ്റെ കുഴപ്പമല്ല, സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒന്നും കുഴപ്പമല്ല, അവരല്ല കുറ്റം പറയുന്നത്. കാരണം അത്ര അധികം ഓഡിയൻസ് ഉള്ള ഒരു ക്ലാസ്സാണ്. 60ഓളം കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ നിന്നും ഒരു ടീച്ചർ എടുക്കുന്നതിന് പരിമിതികളുണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പക്ഷേ അധ്യാപകന് എടുക്കാൻ പറ്റണമെന്നില്ല. അത് സമയത്തിൻ്റെ പരിമിതിയാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും റിപ്പീറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ക്ലാസ് കാണുന്ന ഒരു അവസരമാണ് സൈലത്തിൻ്റെ ആപ്പിൽ നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെ വേണം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ പഠിക്കുകയും വേണം. വെറുതെ പൈസ കൊടുത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടൊരു കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സും പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം. ബുദ്ധിമുട്ടുണ്ടാവും കുറച്ചൊക്കെ, ചിലപ്പോൾ ആപ്പ് ലൈവ് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 സെഷൻസൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം സിലബസിനനുസരിച്ചാണ്. പക്ഷേ അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ +1 നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾക്ക് പറയാനുള്ളത്, ഫ്രീ ആയിട്ട് നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. ആ ചാനൽ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സൊക്കെ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പാണത്, അല്ലെങ്കിൽ വാട്സപ്പ് ചാനലാണ്. സോ അത് മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ +1 എത്തിയതിന് ശേഷം സങ്കടകരമായിട്ട് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ടഫായിട്ട് ഫീൽ ചെയ്തതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അഗ്നി ബാച്ചിനോടുള്ള നിങ്ങളുടെ കമൻറ്റ് എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.